അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അല്ല മക്കളെ, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല കേട്ടോ ദുനിയാവ്. ചിലപ്പോൾ നമ്മൾ കാണാത്തത് പലതും പഠിച്ചവൻ നമ്മൾക്ക് കാത്തുവെച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു കഥയാണിത്. നമ്മുടെ അസ്ലം ഓനൊരു പാവം ചെക്കനായിരുന്നു. മലപ്പുറം അങ്ങാടിയിലെ ചായക്കട നടത്തുന്ന തങ്കപ്പെട്ട മനസ്സുള്ള ഒരുത്തൻ. അന്നും അറിഞ്ഞിട്ടില്ല നാട്ടിലെ ഒരു തർക്കത്തിന്റെ ഇടയിൽ പെട്ടതാ. ഓൻ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഓടിച്ചെന്നപ്പോൾ ഉണ്ടായ ഒരു മുസീബത്ത്. ഒടുക്കം കൊലക്കേസ് ഓന്റെ തലയിലായി. കോടതി ഓനെ ജീവപര്യന്തം ശിക്ഷിച്ചു. ഉമ്മയെയും കുടുംബത്തെയും ഒക്കെ കണ്ണീരിലായിട്ട് ഓൻ ആ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിലായി. എൻ്റെ റബ്ബേ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തെന്ന് ഓൻ ആ പള്ളിയിൽ കിടന്ന് പൊരുത്തപ്പെടാൻ നോക്കി. അപ്പോഴാണ് അങ്ങോട്ടൊരു പുതിയ ഓഫീസർ വരുന്നത്. ആമിന, നല്ല തൻ്റെടമുള്ള പെണ്ണ്. പക്ഷെ ആ മനസ്സ് നിറയെ ദീനും ദയുള്ളവൾ. മറ്റുള്ള ജയിൽ പുള്ളികളെപ്പോലെ അസ്ലം എന്ന് ഓൾക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു പോലെയല്ലാന്ന്. ഓൻ എപ്പോഴും മൗനമാണ്. ഒരു മൂലയിലിരുന്ന് തസ്ബീഹ് ചെല്ലും, പുസ്തകം വായനയും തന്നെ. ഒരു ദിവസം ആമിന ഓൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു, അസ്ലമേ, എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അസ്ലമിന്റെ നിഷ്കളങ്കത കണ്ടപ്പോൾ ആമിനയുടെ കൽബ് തുടിക്കാൻ തുടങ്ങി. ഓൾക്ക് ഉറപ്പായി ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞാലും ആമിനയുടെ മനസ്സ് അസ്ലമിനെ കുറിച്ചായിരുന്നു. ആ ജയിലിലെ വളപ്പിലെ മരച്ചുവട്ടിൽ വെച്ച് ഓല് തമ്മിൽ സംസാരിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ ആ സംസാരം ഇഷ്കായി മാറി. ഒരു ജയിൽ ഓഫീസറും കൊലക്കേസ് പ്രതിയും ആരെങ്കിലും അറിഞ്ഞാൽ എന്താവും അവസ്ഥ? ജയിലിലെ മറ്റു ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞതോടെ സീൻ മാറി. ആമിനെ, നിനക്ക് വട്ടാണോ? ഒരു പ്രതിയാണോ നിനക്ക് ബോധിച്ചത്? പക്ഷേ ആമിന ഒരടി പിന്നോട്ട് പോയില്ല. അവൾ പറഞ്ഞു, പഠിച്ചോന്റെ കോടതിയിൽ ഇവൻ നിരപരാധിയാ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഇടയ്ക്ക് ജയിലിൽ ഒരു വലിയ അടിപിടി നടന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അസ്ലം ആമിനയെ കാത്തു. അതോടെ ആ ബന്ധം ഉറപ്പിച്ചു. ആമിനയുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അസ്ലമിന്റെ കേസിൽ പുതിയ സത്യങ്ങൾ പുറത്തു വന്നു. ഒടുവിൽ ആ സുദിനം എത്തി. ജയിലിന്റെ വാതിൽ മലക്കെ തുറന്നു. അസ്ലം പുറത്തേക്ക് വരുന്നു. ഇരുട്ടറയിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത് ജയിലിന്റെ താക്കോലല്ല, നിന്റെ ഈ സ്നേഹമാണ് ആമിന. ചില തകർന്നു പോയ നമ്മെ വീണ്ടും കെട്ടിപ്പടുക്കാൻ വരുന്നു. ആമിന യൂണിഫോം ഒക്കെ മാറ്റി ഒരു സാധാരണ സുന്ദരി കുട്ടിയായി ഓനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നേരെ പോയത് അസ്ലമിന്റെ ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മ ആരാ വന്ന് നോക്കി ഉമ്മ. പഠിച്ചോനെ, ഇതാരാടാ? ഇത് ജയിലിൽ പോയിട്ട് ആരും കൊണ്ടുവന്ന്? ഉമ്മ പേടിക്കണ്ട ഉമ്മ, ഇനി അവൻ ഒറ്റയ്ക്കല്ല, ഇവന്റെ കൂടെ ഞാനും ഉണ്ടാകും. ആമിനയുടെ വാക്കു കേട്ട് ഉമ്മയുടെ കൈ വിറക്കുന്നു. ആമിന്റെ മുഖത്തേക്ക് തലോടിക്കൊണ്ട് ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീർ തുള്ളികൾ ഉതിർന്നു വീണു. ഉമ്മന്റെ മോളെ, ഇങ്ങനത്തെ ഒരു മാലാഖയെ എൻ്റെ മോൻക്ക് വേണ്ടി പഠിച്ചോൻ കാത്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല. ഇനി എനിക്ക് മരിച്ചാലും സാരമില്ല, ഓൻ ഒറ്റയ്ക്കല്ലല്ലോ. അസ്ലം, ഉമ്മ നിങ്ങൾ കരയല്ലേ, പഠിച്ചോൻ നമ്മളെ കൈവിടില്ല. ആമിന മേഡം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ ഇരുട്ടറയിൽ കഴിഞ്ഞേനെ. ആമിന ചിരിച്ചുകൊണ്ട്. അസ്ലമേ, ഇനി മേഡം എന്ന് വിളി നിർത്തിക്കോട്ടോ. ഞാനിപ്പോൾ നിന്റെ കൂടെ ഒരു സാധാരണ പെണ്ണാണ്. ഇനി പഴയതൊക്കെ മറന്നേക്ക്. നാട്ടിലെ ആളുകൾ ഇതോടെ അത്ഭുതമായി. ഒരു പോലീസ് ഓഫീസർ ഒരു തടവുകാരന് വിവാഹം കഴിച്ച് മലപ്പുറത്ത് താമസിക്കാൻ വരുന്നു എന്നത് എല്ലാവർക്കും ചർച്ചയായി. തുടക്കത്തിൽ ചിലർ കുറ്റം പറഞ്ഞെങ്കിലും ആമിനയുടെ സ്നേഹവും അസ്ലമിന്റെ നന്മയും കണ്ടപ്പോൾ എല്ലാവരും അവരെ അംഗീകരിച്ചു. അസ്ലം നാട്ടിലെ ഒരു ചെറിയ തയ്യൽ കട നടത്തുന്നു. ആമിന ഫാൻസ് എന്ന് പേരിട്ടു. ഒരുമിച്ച് മനോഹര യാത്രയിൽ സ്നേഹത്തിൻ ദീർഘമാം പാതയിൽ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് ഈ സ്നേഹം പൂക്കട്ടെ 100,000 വട്ടം. ആമിന തന്റെ ജോലി തുടരുന്നതോടൊപ്പം തന്നെ അസ്ലമിനെ പോലെ നിരപരാധികളെ ജയിലിൽ പെട്ടുപോയ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു നിമിഷം സഹായ കേന്ദ്രം. മലപ്പുറം ജില്ലയിലെ ആ പഴയ വീടിന്റെ മുറ്റത്ത് സന്ധ്യാസമയത്ത് 3 പേരും ഒരുമിച്ചിരുന്ന് ദൂരെ പള്ളിയിൽ നിന്നും മഗ്‌രിബ് ബാങ്ക് കേൾക്കുന്നു. അല്ല മക്കളെ,
ഇതാണ് ഇഷ്ക്. സ്നേഹമുണ്ടെങ്കിൽ ഏത് ഇരുമ്പഴിയും തകരും. വിധി എത്ര തോൽപ്പിക്കാൻ നോക്കിയാലും പടച്ചോൻ്റെ കയ്യിൽ നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാൻ ഉണ്ടാകും. ആ പ്ലാനിൻ്റെ പേരാണ് ഭാഗ്യം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.